ക്രിസ്തുവിൽ പ്രിയ ദാസാംഗങ്ങളെ എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എഡ്വേർഡ്. ഞാൻ നീലേശ്വരം ദാസ യൂണിറ്റിലെ അംഗമാണ്. ഇതെൻ്റെ വൈഫ് ജിഷ. ഞാൻ 2021 ഞാൻ ദാസയിൽ മെമ്പറാവുന്നത്. അതിനു മുമ്പ് തന്നെ സെയിന്റ് ആൻസ് സഭയുമായി എനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എൻ്റെ അമ്മ സെയിന്റ് ആൻസിലെ ടീച്ചറായിരുന്നു. എൻ്റെ ചേച്ചി സെയിന്റ് ആൻസ് സഭയിലെ സിസ്റ്ററാണ്. അതുപോലെ തന്നെ ഞാൻ പഠിച്ചതും നമ്മുടെ ചെറുപ്പം മുതൽ ഞാൻ സെയിന്റ് ആൻസ് സ്കൂളാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ സെയിന്റ് ആൻസിലെ സിസ്റ്റേഴ്സുമായി ഒരു നല്ല ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ലാസയിൽ ചേർന്നതിന് ശേഷം എന്താണ് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, സാധാരണയായി ഞങ്ങൾ ഇൻഡിവിജ്വലായി പല കാര്യങ്ങളും ചാരിറ്റി വർക്കും അതുപോലെ സോഷ്യൽ വർക്കും അതൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ ഈ നമ്മുടെ ലാസയിലൂടെ ഞങ്ങൾ 9ഓളം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ലാസയിൽ. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങളെല്ലാവുന്ന പരമാവധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അനാഥാലയം സന്ദർശിക്കുക, അതുപോലെ ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള വൃദ്ധജനങ്ങളെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, മരണം നടന്ന വീടുകളിൽ അവരോടൊപ്പമായി പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെന്നൈ മേളമയൂരിൽ വെച്ച് ലാസ കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ മദർ ജനറലുമായി കൂടുതൽ അടുത്തിടപഴകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്ര വലിയൊരു സഭയുടെ തലപ്പത്തിരിക്കുന്ന മദർ ജനറൽ നമ്മളിൽ ഒരാളായി നമ്മളോടുകൂടെ ഇത്ര മാത്രം ഇടപഴകുന്ന ഒരവസ്ഥ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. കൂടാതെ അന്ന് ആ മേളമയൂർ 2 ദിവസത്തെ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ നല്ല ക്ലാസ്സുകളും ഗെയിമുകളായാലും ശരി, അങ്ങനെ എല്ലാവരും പല രീതിയിൽ ആക്ടിവിറ്റീസ് എല്ലാം പങ്കെടുക്കാൻ 2 ദിവസം പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കോൺഗ്രസിന്റെ അന്നത്തെ ടീം തന്നെ എല്ലാം അറിയുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ നയിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്നതായിരുന്നു. ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ എല്ലാം ദൈവികമായ ഇടപെടലുകളുടെ സമയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ മാസവും കിട്ടുന്ന ആരാധനകളും അതുപോലെ കുമ്പസാരിക്കാൻ വേണ്ടി കിട്ടുന്ന ചാൻസസ് ഒക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് ആത്മീയ ഉണർവ് ഉണ്ടാക്കി തരുന്നതാണ്. അതൊക്കെ ഞങ്ങൾ ലാസയിലെ ഞങ്ങളുടെ കോർഡിനേറ്റർ സിസ്റ്റർ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തരുമായിരുന്നു. അതുപോലെ തന്നെ പുവർ ഹോം വിസിറ്റ് ആയാലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതായാലും വളരെയധികം കാര്യങ്ങൾ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലാസയിൽ ചേർന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 ലാസയിൽ അംഗമാകുമ്പോൾ ആ അവസരത്തിൽ ഞങ്ങളുടെ സിസ്റ്റർ ജെസ്സി സിസ്റ്റർ ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തന്നുകൊണ്ടിരുന്നത്. പിന്നീട് വന്ന സിസ്റ്റർ ക്ലാര, പിന്നെ ഞങ്ങൾ ഇപ്പോൾ നയിക്കുന്ന വത്സ ഒക്കെ ഇവരൊക്കെ തരുന്ന സന്ദേശങ്ങൾ ഇവരൊക്കെ ഞങ്ങളെ ആത്മീയമായിട്ട് ഞങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചവരാണ്. അവർ തരുന്ന ഓരോ അവസരങ്ങളും മന്ത്ലി റിക്ലക്ഷൻസ് ആയിക്കോട്ടെ, മന്ത്ലി കുമ്പസാരത്തിനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള ഓരോരോ അവസരങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 18 കാർലോയുടെയും ജൂലിയയുടെയും സ്മരണം നമ്മൾ ആചരിക്കുമ്പോൾ മദർ എൻട്രിക്കേറ്റയുടെയും ഈ പുണ്യ ദമ്പതികളുടെയും പുണ്യങ്ങളായ ദയ, കാരുണ്യം, അനുകമ്പ, സഹജീവികളോടുള്ള സ്നേഹം ഒക്കെ നമ്മൾക്കും പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.